സോ വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ മിഷനിൽ നമ്മൾ കാറ്റിലൈനായിട്ടായിരുന്നു ഒരു ടാങ്കറൊക്കെ റോബർ ചെയ്ത് വന്ന്. അപ്പോൾ നമുക്ക് ഇതിന് മുന്നേ സീസർ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിനക്കൊരു റേസും കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു റേസായിരുന്നു, റേസിന് വരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ സീസർ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ സീസർ നമ്മളെ കുറേ കാലത്തിന് ശേഷം കാണുകയാണ്. അപ്പോൾ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ക്യാൻഡിൽ സേഫായിട്ട് ഇവൻ്റെ ഒരു ബേസിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെക്കനെ ശ്രദ്ധിച്ചാൽ GTA 3 ഒക്കെ കളിച്ചെടുക്കുന്നവർക്ക് മനസ്സിലാവും ആരാണ് ആ ചെങ്ങായി എന്നൊക്കെ. പക്ഷേ കോസ്റ്റ്യൂം ആളാണ്, ആ കോസ്റ്റ്യൂം അബ്സല്യൂട്ട്ലി ആളാണ്. പക്ഷേ ഈ ഗെയിമിൽ ആ ഒരു ക്യാരക്ടറാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് വുയിസു. അതായത് ഒരു ഗ്യാങ് ലീഡറാണ്. പക്ഷേ ഇയാളൊരു ബ്ലൈൻഡാണ്. ഇയാൾക്ക് കണ്ണൊന്നും കാണില്ല. പക്ഷേ ഇയാൾ കണ്ണ് കാണില്ലെങ്കിലും നമ്മുടെ സ്പൈഡർമാൻ, നോ വേ ഹോമിത്തെ പോലെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അറിയാലോ, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളായാൽ പോലും ആളൊരു ഗ്യാങ് ലീഡർ ആകുമ്പോൾ ആളുടെ ഒരു ക്യാപ്പബിലിറ്റി എത്ര ഉണ്ടാവും നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ എന്തായാലും ഒരു നോർമൽ വെഹിക്കിളാണ്, ഒരു ബേസ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. പക്ഷെ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു റേസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റേസിൽ, ഫസ്റ്റ് റേസിലൊരു ട്രാജഡി ഉണ്ട്, അതും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ അത്രയും അടിപൊളിയായിട്ട് കളിച്ച് വന്നതായിരുന്നു. പക്ഷേ ഒരു സ്പോട്ട് എത്തിയപ്പോഴേക്കും നമുക്ക് എന്തായാലും കണ്ടറിയാം. ബാക്കിയുള്ള കാറുകൾ എന്ന് പറയുമ്പോൾ ഇതിലുള്ളതൊക്കെ ഓൾമോസ്റ്റ് അതിലൊരെണ്ണം മാത്രം ഒരു നോർമൽ കാറും, ബാക്കിയൊക്കെ ഓഫ് റോഡ് ബേസ് ആയിട്ടുള്ള കാറ്. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഓഫ് റോഡ് കാറല്ല, അതൊരു സംഭവം ഫാസ്റ്റ് കാറാണെങ്കിലും ഓഫ് റോഡിൽ ഒരിക്കലും ഇത് കണ്ട, ഓഫ് റോഡിൽ എപ്പോഴും തെന്നിപ്പോണ ടൈപ്പ് വണ്ടിയാണ്. ഞാൻ എന്തോ അബദ്ധത്തിൽ ഒരു കാറ് റാൻഡമായിട്ട് സ്റ്റീൽ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് കാറായിട്ട് വന്ന് ആ കാറായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു റൂൾ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതായിട്ട് നമ്മൾ റേസിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പറ്റി നമുക്ക് എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വിടാണ്. ഇത് ഫാസ്റ്റസ്റ്റ് ആണ്, പക്ഷേ ഒരു കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തൊട്ട് ബാക്കിൽ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഫസ്റ്റ് ലീഡർ നേരെ പോകുന്നുണ്ട്, ലീഡ് ചെയ്ത് പോകുന്ന ആൾ. ഓക്കെ, ഇവിടെ നിന്നെങ്കിലും പാസ് ചെയ്യണം, കാരണം ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മളവിടെ പെട്ടുപോകും. ഞാൻ ഇതിന് മുന്നേ കളിച്ചപ്പോഴൊക്കെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അയ്യോ, ആ ഒരു തണ്ടർ സ്റ്റോമിൻ്റെ ഗ്രാഫിക്സൊക്കെ നല്ല രസമായിട്ട് കാണുന്നുണ്ട് ഇവിടെ. കുറച്ചുകൂടി മറ്റേ കാത്ലീനയുടെ വീടിൻ്റെ സൈഡിലൊരു കാറില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു റോട്ടിൽ കൂടെ അടിപൊളിയായിട്ട്, ഓഫ് റോഡൊക്കെ അടിപൊളിയായിട്ട് പോകുക. സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. പക്ഷേ ഈ ഒരു വണ്ടി കൊണ്ട് നമുക്ക് അത്ര ഒരു രസമായിട്ട് പറ്റില്ല. സംഭവം ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് എങ്കിലും അത്ര കംഫർട്ടബിൾ അല്ല ഇത്. ഓക്കെ, ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ സീന, കാരണം തൊട്ട് ബാക്കിയുള്ളവന് നേരെ ഫ്രണ്ടിൽ കയറും. അങ്ങനെയാണല്ലോ റേസ്. ഓക്കെ, ഇപ്പോൾ റോഡ് കഴിഞ്ഞാൽ ഇനി ഓഫ് റോഡ് ഉണ്ടാവണം. ഓഫ് റോഡ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, റൈറ്റ് പിടിച്ച്. ഓ മാൻ, സ്ലോ ആവില്ല മുത്തേ, എന്താ നീ കാണിക്കുന്നേ? വേഗം വിഡ്രാ വേഗം, എന്ത് കളി കളിക്കണേ? പോരാട്ടാ, വണ്ടി തീരെ ഇത് ഈ ഒരു റോഡിന് പറ്റിയ വണ്ടി അല്ലത്. പക്ഷേ ഈ റോഡിൽ കൂടുതൽ കാണുന്നുണ്ട് ഈ വണ്ടി, അതുകൊണ്ട് ഞാൻ എടുത്തത്. പക്ഷെ റേസിനായിട്ട് എടുത്തതല്ല, ഞാൻ ജസ്റ്റ് ആ ഒരു മെഷീനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ എത്തിപ്പെട്ടപ്പോൾ പിന്നെ വണ്ടി കൊണ്ട് തന്നെ നമ്മൾ റേസ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. എന്ത് വിധിയാണ്! തിരിയൊന്നുമില്ല, നമ്മൾ വിചാരിച്ച ടൈമിങ്ങിനായിട്ട് അത് തിരിയണില്ല, അതാണ് വിഷയം. ഓക്കെ, എന്തായി കഴിഞ്ഞോ? ലാസ്റ്റാണോ? അതെ. ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മളിവിടെ.
ഓക്കെ മാൻ. അപ്പോൾ $5000 ഒരു ചെറിയ എമൗണ്ട് അല്ല. ഓക്കെ, ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ തന്നെ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോയിസ് നേരെ വന്നിട്ടുണ്ട്, നമ്മളെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു. പക്ഷേ ഇയാൾ ഈ ഒരു റേസ് വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊരു കണ്ണിങ് ആയിട്ട് ഡ്രൈവിങ്ങും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു റേസറുമുള്ള ഒരു റൈഡറുമുള്ള ഒരാളെ ശരിക്കും തപ്പിപ്പിടിക്കാനായിരുന്നു. അപ്പോൾ എമൗണ്ട് ആദ്യം നമ്മൾ ആൾ കൊടുക്കുന്നുണ്ട്. ആളുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് നമ്മുടെ CGക്ക് എമൗണ്ട് കൈമാറുന്നുണ്ട്. പക്ഷെ ആൾക്ക് അതല്ല, ആളുടെ എയിം അതായിരുന്നില്ല. അപ്പോൾ ആൾ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കും, നീ എന്തെങ്കിലും വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് CJ അവർക്ക് ഈ പറഞ്ഞ പോലെ വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ രണ്ട് വഴിക്കായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റേസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ മെഷീൻ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.